എനിക്കിവിടെ ഒരു ഫ്രീഡം ഇല്ല, എങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? മറ്റൊരാളുടെ ഇൻഫ്ലുവൻസോ പ്രഷറോ ഇല്ലാതെ നമ്മുടെ ലൈഫിലെ ചോയ്സസും ഡിസിഷൻസും ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്നതിനെയാണ് പേഴ്സണൽ ഫ്രീഡം എന്ന് പറയുന്നത്. എൻ്റെ ലൈഫിൽ എനിക്ക് എങ്ങനെയാണ് പേഴ്സണൽ ഫ്രീഡം അറ്റൈൻ ചെയ്യാൻ പറ്റിയത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. സോ ഇഫ് യു ആർ വാച്ചിങ് മീ, ലെറ്റ് യുവർ സെൽഫ് ഫ്രീ. ആദ്യം തന്നെ നമ്മുടെ ലൈഫിലെ ചാർജ് നമ്മൾ അങ്ങ് ഏറ്റെടുക്കുക. അതായത് ഈ ബ്ലെയിം ഗെയിം ഒക്കെ നിർത്തുക. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സാഹചര്യം കാരണമാണെന്നും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ കാരണമാണെന്നുള്ള ആ ചിന്ത അങ്ങോട്ട് മാറ്റുക. എന്നിട്ട് നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനെ എങ്ങനെ പോസിറ്റീവായിട്ട് മാറ്റാൻ പറ്റും എന്ന് ചിന്തിക്കുക. രണ്ടാമത്തേതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, ഫിനാൻഷ്യൽ ഫ്രീഡം. നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളും ചെലവുകളും ഒക്കെ നടത്താനായിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു ഇൻകം ഉണ്ടാവണം. ചെറുതാണേലും വലുതാണേലും ഒരു ഇൻകം ഉള്ളത് നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് തരും. നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിനുള്ള കോൺഫിഡൻസ് കൂടെയാണ് ഈ ഇൻകം തരുന്നത്. തെറ്റിപ്പോയാലും ഡിസിഷൻസ് ഒക്കെ എനിക്ക് തന്നെ എടുക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ്. മൂന്നാമത്തേതാണ് ഇമോഷണൽ ഫ്രീഡം. നമ്മുടെ ഈ ടെൻഷൻ, സ്ട്രെസ്, പേടി, ദേഷ്യം, ഈ വക ഇമോഷൻസിനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പഠിക്കുക. എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം വളരെ കാമായിട്ട് ഡിസിഷൻസ് എടുക്കാൻ പഠിക്കുക. നമ്മൾ കാമായിട്ട് ഡിസിഷൻസ് എടുത്ത് അതിൻ്റെ ഔട്ട്കംസ് പോസിറ്റീവ് ആകുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മളിലൊരു കോൺഫിഡൻസ് വരും. അത് തന്നെ നമുക്ക് ഒരുപാട് പേഴ്സണൽ ഫ്രീഡം നമ്മൾ അറിയാതെ തന്നെ കൊണ്ടുതരുന്നു. നാലാമത്തത് മറ്റുള്ളവർ അംഗീകരിക്കണം എന്നുള്ള ചിന്ത. നമ്മൾ എന്ത് ഡിസിഷൻസ് എടുത്താലും അത് മറ്റുള്ളവർ അക്നോളജ് ചെയ്യണമെന്നും അപ്രിഷ്യേറ്റ് ചെയ്യണമെന്നും ഉള്ള ആ ചിന്ത അങ്ങോട്ട് മാറ്റി വയ്ക്കുക. നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വൈസായിട്ടൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവുക. നമ്മുടെ ഡിസിഷൻസിനെ ഒരാൾ അപ്രിഷ്യേറ്റ് ചെയ്താലും അക്നോളജ് ചെയ്താലും സന്തോഷം, പക്ഷെ അതില്ലെങ്കിൽ പോലും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുക. അഞ്ചാമത്തത് നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മുടെ സ്കിൽസ്, കരിയർ, പാഷൻ, ടാലൻസ്, ഈ വക കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുക. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ കോൺഫിഡൻസിന് ഒരു ബൂസ്റ്റ് ആയിരിക്കും. മാത്രമല്ല മറ്റൊരാളെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്നുള്ളൊരു തോട്ടും നമ്മുടെ മനസ്സിൽ വരും. സമയമെടുത്ത് നമ്മുടെ ലൈഫിൽ ഇത്തരം ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ ഒത്തിരി ബെറ്റർ ആകും. മറ്റൊരാളുടെ പെർമിഷന് വേണ്ടിയിട്ട് നമ്മുടെ ഡിസിഷൻസ് എടുക്കാനായിട്ട് കാത്തിരിക്കാൻ വേണ്ട. ആൻഡ് യു ഗോട്ട് യുവർ പേഴ്സണൽ ഫ്രീഡം. സോ സെറ്റ് യുവർ സെൽഫ് ഫ്രീ.